ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസ് എക്കണോമിക്സിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എക്കോണമിയുടെ കംപ്ലീറ്റ് റിവിഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട 10 ഷോർ ക്വസ്റ്റ്യൻസ് ചെയ്തു. സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ചെയ്യാനുള്ള പ്രഡിക്ഷൻ ചെയ്തിരുന്നു. ദെൻ അതുപോലെ തന്നെ മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒജീസ് വരയ്ക്കുന്നത്, ഇതെല്ലാം നമ്മൾ ചെയ്തിരുന്നു. സോ ഇതിലൊന്നും പെടാത്ത ബാക്കി സ്റ്റാറ്റിസ്റ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 11 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയട്ടെ, നമ്മൾ നമ്മുടെ +2ലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4 സബ്ജക്ട്സിൻ്റെ ഫുൾ ഇയറിലേക്കുള്ള ഫീസ് വരുന്ന 5999 ആണ്. നിങ്ങൾക്ക് മന്ത്ലി ഫീസായിട്ട് അടയ്ക്കാനും ഉള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മന്ത്ലി ഫീസ് വരുന്നത് 399 രൂപയാണ് ഒരു സബ്ജക്റ്റിന് മന്ത്ലി ഫീസ് വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അടയ്ക്കാം. ഒരുമിച്ച് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഡിസ്കൗണ്ട് വരുന്നുണ്ടാകും. പിന്നെ അഡ്മിഷൻ ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളൂ. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who said economics is a study of ordinary man in the ordinary business of life? +2 എക്കണോമിക്സിൻ്റെ എക്സാം എന്ന് പറയുന്നത് അതിൽ 80 out of 80 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം. അതിനുശേഷം നാളെ ഒരു അൾട്ടിമേറ്റ് പ്രഡിക്ഷൻ വീഡിയോസ് നാളെ ഒരു 3 എണ്ണം വരുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്കണോമിക്സിൽ 80 സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക. സോ നോക്കാം. എക്കണോമിക്സ് എന്ന് പറയുന്നത് മനുഷ്യരുടെ സാധാരണ ജീവിത വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. എക്കണോമിക്സ് എന്ന് പറയുന്നത് അത് ആര് പറഞ്ഞതാണ്? ആൽഫ്രഡ് മാർഷൽ ആണ് അത് പറഞ്ഞത്. പ്രീ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യനെയർ, ചോദ്യാവലിയുടെ മുൻകൂട്ടിയുള്ള പരീക്ഷണത്തിന് നമ്മൾ പൈലറ്റ് സർവേ അഥവാ പരീക്ഷണ സർവേ എന്നാണ് ഇതിനെ പറയുന്നത്. ദെൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട്, അതായത് ഈ ചാർട്ട് പൂർത്തീകരിക്കുക. റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്, യാദൃശ്ചിക സാമ്പിളിംഗ് രീതികൾ. റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് 2 രീതിയിലുണ്ട്. ഒന്ന് ലോട്ടറി മെത്തേഡ്, നറുക്കെടുക്കുന്നതും. രണ്ടാമത്തേത് റാൻഡം നമ്പർ ടേബിൾ മെത്തേഡും ആണുള്ളത് കേട്ടോ. റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ്. Then അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർട്ട് ഇൻക്ലൂസീവ് സീരീസ് ഇൻറ്റു എക്സ്ക്ലൂസീവ്, അതായത് ഉൾച്ചേർക്കൽ ശ്രേണിനെ ഒഴിവാക്കൽ ശ്രേണിയിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ക്ലാസ്സിൻ്റെ താഴ്ന്ന പരിധികൾ കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ 2 ക്ലാസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ അതിൻ്റെ അപ്പർ ലിമിറ്റ് ഇതിൻ്റെ ലോവർ ലിമിറ്റ് 14, 15 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 1. 1ൻ്റെ പകുതി എടുക്കുക. ഡിഫറൻസ് കണ്ടിട്ട് ഡിഫറൻസിൻ്റെ പകുതി എടുക്കുക. ആ പകുതി എല്ലാ അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക, എല്ലാ ലോവർ ലിമിറ്റിൻ്റെ നിന്ന് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റാൻ പറ്റും. നോക്കിയേ, അപ്പോൾ 1ൻ്റെ പകുതി 0.5 ആണ്. 0.5 എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും കുറയ്ക്കുക, എല്ലാ അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? 9.5 to 14.5. 15 നിന്ന് കുറയ്ക്കുന്നു, അപ്പോൾ 14.5 to 19.5. ദെൻ 20 നിന്ന് കുറയ്ക്കുമ്പോൾ 19.5 to 24.5 അവിടെ ആഡും ചെയ്യുന്നു. ഇവിടെ 24.5 to 29.5, 29.5 to 34.5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ക്ലാസ് കിട്ടും. ദെൻ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ താഴ്ന്ന പരിധി എന്ന് പറയുന്നത് ഇതാണ്. ലോവർ ലിമിറ്റ്സ് ഇതാണ്. ലോവർ ലിമിറ്റ്സ് 6 എന്ന് പറഞ്ഞിട്ട് 9.5, 14.5, 19.5, 24.5, 29.5 എന്ന് എഴുതാം. നെയിം എനി 2 സോഴ്സസ് ഓഫ് സെക്കൻഡറി എനർജി, സെക്കൻഡറി ഡേറ്റ, ചില ഡേറ്റ, അതായത് ദ്വിതീയ തത്വങ്ങളുടെ ഏതെങ്കിലും 2 ഉറവിടങ്ങൾ. സെക്കൻഡറി ഡേറ്റ നമുക്ക് എവിടെ നിന്നെല്ലാം കിട്ടും? ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് കിട്ടും, വെബ്സൈറ്റ്സിൽ നിന്ന് കിട്ടും, ജേർണൽസിൽ നിന്ന് കിട്ടും. നെയിം എനി 2 ഏജൻസീസ് ഓഫ് ഡേറ്റ കളക്ഷൻ ഇന്ത്യ, ഇന്ത്യയിലെ ഡേറ്റ കളക്ഷൻ ചെയ്യുന്ന ഏജൻസി ഏതാണ്? ഏതൊക്കെ വരുന്നത്? സെൻസസ് ഓഫ് ഇന്ത്യ അല്ലേ? ഒരെണ്ണം സെൻസസ് ഓഫ് ഇന്ത്യ ആണ്, സെൻസസ് ഓഫ് ഇന്ത്യ. പിന്നെ DGSI ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് അതിപ്പോൾ പറയാമേ. ടു ഏജൻസീസ് ഓഫ് ഡേറ്റ കളക്ഷൻ, ഞാനത് മറന്നുപോയി, അതുകൊണ്ടാണ്. ഒന്ന് സെൻസസ് ഓഫ് ഇന്ത്യ ആണ്, പിന്നെ മറ്റേത് വരുന്നത് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. NSSO ആണ് കേട്ടോ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെൻസസ് സർവേ ആൻഡ് സാമ്പിൾ സർവേ, ഗീവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. സെൻസസ് സർവേയും സാമ്പിൾ സർവേയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെൻസസ് സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്റ്റഡി ഏരിയയിലുള്ള നമ്മുടെ പോപ്പുലേഷനിലുള്ള ഈച്ച് ആൻഡ് എവറി എലമെൻറ്റിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ് സെൻസസ് സർവേ. ഈച്ച് ആൻഡ് എവറി എലമെൻറ്റിനെ പറ്റിയിട്ട് സ്റ്റഡീസ് അബൌട്ട് ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ്, അതാണ് സെൻസസ് സർവേ.
അതേസമയം സാമ്പിൾ സർവേ എന്ന് പറയുന്നത് സ്റ്റഡി സാമ്പിൾ ഉള്ളു, സാമ്പിൾ മാത്രം എടുത്തിട്ടാണ് പഠിക്കുന്നത്. ദെൻ സെൻസസ് സർവേ എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ്. ഇത് ടൈം കൺസ്യൂമിങ് അല്ല, ഇസ് നോട്ട് ടൈം കൺസ്യൂമിങ്. ദെൻ ഇത് കോസ്റ്റ്ലി ആണ്, ഇതെന്ന് പറയുന്നത് ചീപ്പറാണ്. ഓക്കെ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈഡ്സ് എ സീരീസ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. ഒരു സീരീസിനെ, ഒരു ശ്രേണിയെ 2 ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നത് ഏതാണ്? മീഡിയൻ ആണ് കേട്ടോ. ദെൻ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ക്വാർട്ടൈൽസും, 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഏതാ ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡിസൈൽസും, 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് പെർസെൻറ്റൈൽസും ആണ്. അത് നിങ്ങൾ ഓർമ്മയിൽ വേണേ, ഞാൻ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. റൈറ്റ് ഇൻ 2 മെറിറ്റ്സ് ഓഫ് പൈലറ്റ് സർവേ. പരീക്ഷണ സർവേയുടെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് സ്യൂട്ടബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ സ്യൂട്ടബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഈ സർവേയിലേക്ക് വരുന്ന ആക്ച്വൽ കോസ്റ്റ് ആൻഡ് ടൈം ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ആക്ച്വൽ കോസ്റ്റും ടൈം എത്ര വരും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ദെൻ സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്സ് ആണ് ഐഡൻറ്റിഫൈങ് എ പ്രോബ്ലം, സെലക്ഷൻ ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്. നമ്മുടെ സെലക്ഷൻ ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താണ്? കളക്ഷൻ ഓഫ് ഡേറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ, ദെൻ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ദെൻ ലാസ്റ്റ് വൺ ആണ് കൺക്ലൂഷന് ശേഷം ബിബ്ലിയോഗ്രഫി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പർ സൂചകാംഗങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഹെൽപ്പ് ടു ഫോർമുലേറ്റ് പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ്? ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് പ്രവചിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ഹെൽപ്സ് ടു അനലൈസ് ട്രെൻഡ് മനസ്സിലാക്കാൻ. ഓക്കെ, ട്രെൻഡ് മനസ്സിലാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ലിസ്റ്റ് എനി 3 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ. ഡേറ്റ 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ ഭൂപരിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ദെൻ അടുത്തത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഷം, മന്ത്, വീക്സ്, ഹവേഴ്സ് എന്നുള്ള സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാനുള്ള അതാണ് ക്രോണോളജിക്കൽ. ദെൻ എന്തെങ്കിലും ഒരു പ്രത്യേകത ക്വാളിറ്റേറ്റീവ്, എന്തെങ്കിലും പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡേറ്റ ക്ലാസിഫൈ ചെയ്യാനുള്ളതാണ് ക്വാളിറ്റേറ്റീവ്. എക്സാമ്പിൾ ഇൻ്റലിജൻസ്, കളർ ഓഫ് ഹെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസിലി. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തിനെ, അതായത് ഇപ്പോൾ മാർക്ക്, ഹൈറ്റ്, വെയിറ്റ് ഇതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ ക്ലാസിഫൈ ചെയ്യുന്നു. സോ പ്രധാനപ്പെട്ട 11 ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നോക്കിയിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഒജീവ്സ് വരയ്ക്കാൻ പഠിക്കണം. ലെസ് ദാൻ ഒജീവ്, മോർ ദാൻ ഒജീവ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഓൾറെഡി പ്രൊഡിക്ഷൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ പിന്നെ നമ്മൾ മീൻ മീഡിയൻ മോഡ് 8 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ മീൻ മീഡിയൻ മോഡ് കാണാൻ നമ്മൾ ഓൾറെഡി അതും പ്രൊഡിക്ഷൻ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാൻ പഠിക്കണം, അതും പ്രൊഡിക്ഷൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ബാർ ഡയഗ്രം, പൈ ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ പഠിക്കണം. അതെല്ലാം നാളത്തെ അൾട്ടിമേറ്റ് പ്രൊഡിക്ഷൻ വീഡിയോയിൽ വരുന്നുണ്ട്. ബാക്കി ഇതിൽ വരാത്തതും ഇതിൽ ഇൻക്ലൂഡഡ് ആയതുമാണ്, ഇതിൽ വന്നതും ഇനി നിങ്ങൾ പഠിക്കേണ്ടതും സ്റ്റാറ്റിൽ നിന്നും അതേപോലെ തന്നെ ഇന്ത്യൻ എക്കോണമിയിൽ നിന്നും പഠിക്കേണ്ട മുഴുവനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അൾട്ടിമേറ്റ് പ്രൊഡിക്ഷൻ വീഡിയോസ് നാളെ വരുന്നുണ്ട്. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 80 മാർക്ക് സെറ്റാണ്. അതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ആ വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യാട്ടോ. രാവിലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. താങ്ക് യു.